അവർക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല, അവർക്ക് ഇതിൻ്റെ എഞ്ചിൻ ബിൽഡ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ പണ്ടൊക്കെ മോശം സർവീസും അല്ലെങ്കിൽ ഒരു മോശം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മാച്ച് ആവാത്തൊരു കോമ്പിനേഷൻ. ഇന്ന് നമ്മളുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പൾസ് 200 ആണ്. ഇതൊരു BX6 വേരിയൻ്റ് ആണ്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു നോർമൽ ഓണർഷിപ്പ് റിവ്യൂ അല്ലെങ്കിൽ എക്സ്പൾസിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 4.5 വർഷമായിട്ട് പ്രോപ്പറായിട്ട് 3 മാസം കൂടുമ്പോൾ ഹീറോൻ്റെ സർവീസ് സെൻറ്ററിൽ നിന്ന് സർവീസ് ചെയ്യുന്നൊരു വണ്ടി കൂടിയാണത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹീറോൻ്റെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹീറോ 2-3 വണ്ടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഇതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്, അതായത് എക്സ്പൾസ് 210 എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. കൂടാതെ നമ്മുടെ കരീഷ്മയുടെ 250യും പിന്നെ അതിൻ്റെ ഒരു നെയ്ക്കഡ് വേർഷനും കൂടി ഓൾറെഡി ഹീറോ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീറോൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നോർമലി മാർക്കറ്റിലേക്ക് ഒരു പുതിയ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ മാനുഫാക്ചേഴ്സ് ഒരുപാടധികം ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് വണ്ടി അവിടെ നിരത്തിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഹീറോ അത്രയധികം റോഡ് ടെസ്റ്റും അല്ലെങ്കിൽ അത്രയധികം ടെസ്റ്റും കാര്യങ്ങളൊന്നും നടത്തിയിട്ടല്ല വണ്ടി ഇറക്കുന്നതെന്ന് പേഴ്സണലി എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ എക്സാമ്പിളാണ് എക്സ്പൾസിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു BS4 ഒരു എഡിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ജനറേഷൻ അത്രയധികം പരാജയമായിരുന്നു. അതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫ്ലോപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ സെക്കൻഡ് ജനറേഷൻ ഇറക്കിയ സമയത്തും വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും വരുത്തിയായിട്ട് തോന്നുന്നില്ല. ഫിസിക്കലി നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അവർ എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും അധിക രീതിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റും ഭാഗം ഒന്നല്ലാതെ ബാക്കി എല്ലാ പാർട്സും ഞാൻ അത്യാവശ്യം പണിതിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗിയർ ബോക്സ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും എല്ലാറ്റിലും പണി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഹീറോൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ വണ്ടി, അതായത് ഇപ്പോൾ അവർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ജനറേഷൻ വണ്ടി എടുക്കുന്നത് അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഹീറോൻ്റെ ഒരു കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകളായിരിക്കും. അപ്പം അവർ ഹീറോൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ EMI ഇട്ടിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു 90% ആളുകൾ എടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പ്രൈമറി വണ്ടിയായിട്ടായിരിക്കും അവർ ഹീറോൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പൾസ് പോലുള്ള വണ്ടികൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരങ്ങനെ ഒരു വണ്ടി എടുത്തതിന് ശേഷം അവർക്ക് പിന്നെ ഇങ്ങനെ അടിക്കടി പണി കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. കാരണം എന്ന് വെച്ചാൽ പല സിറ്റുവേഷനിലും പല സ്ഥലത്തായിട്ട് ഈ വണ്ടിയുടെ പേരിൽ നടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല പല സ്ഥലത്തായിട്ട്. അപ്പം ശരിക്കും സങ്കടമുണ്ട്. അപ്പം ഹീറോ സെക്കൻഡ് ജനറേഷൻ വണ്ടി ഇറക്കിയിട്ട് പോലും ഇതിലൊന്നും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഹീറോൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ വണ്ടികൾ മാക്സിമം എടുക്കാണ്ടിരിക്കുക. കാരണം വെച്ചാൽ അവരത് ട്രീറ്റ് ചെയ്യുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞാൽ എക്സ്പെഷ്യലി ഇപ്പോൾ സർവീസ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം വണ്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അതായത് ഇപ്പം സർവീസ് സെൻറ്ററിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ അവർ ഈ സ്പ്ലെൻഡറും പാഷൻ പ്രോയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് ബേസിക്കലി അവർക്ക് അറിയില്ല വണ്ടി ട്രീറ്റ് ചെയ്യാൻ. ഒരു നല്ലൊരു കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചൊരു അപ്ഡേറ്റഡ് വണ്ടി വന്നാൽ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ സീരിയസ്ലി അറിയില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. കാരണം എന്ന് വെച്ചാൽ എക്സ്പൾസ് അവർ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ചും കൂടി ഒരു CC കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് ലെവലിലേക്ക് പോകുന്ന ഒരു വണ്ടികളാണ്. അതായത് ഇപ്പോൾ ഹീറോൻ്റെ ഇപ്പോൾ നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ XMR ഉണ്ട്, കരീഷ്മ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 160R കൂടി ഉണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഒരു പെർഫോമൻസ് ലെവലിൽ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പ്രൊഡക്റ്റുകൾ എന്താ വെച്ചാൽ സീരിയസ്ലി പറഞ്ഞാൽ അവർക്ക് ബിൽഡ് ചെയ്യാൻ അറിയില്ല, അവർക്ക് ഇതിൻ്റെ എഞ്ചിൻ ബിൽഡ് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ പണ്ടത്തെ കരീഷ്മ എന്നൊക്കെ പറഞ്ഞാൽ വെൽ ബിൽഡായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂ ജനറേഷൻ എഞ്ചിനുകളിൽ അവർ ബിൽഡ് ചെയ്യുന്നത് അത്രത്തോളം ബിൽഡ് ക്വാളിറ്റിയിലല്ല. എൻജിൻസ് മാത്രമല്ല, അവരുടെ ഇപ്പോൾ സ്വിച്ചസ് ആണെങ്കിലും അവരുടെ ഗിയർ ബോക്സ് ആണെങ്കിലും അവരുടെ ആൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അത്ര ബിൽഡ് ക്വാളിറ്റിയിലല്ല അവർ ബിൽഡ് ചെയ്യുന്നത്. അതൊരു റിയാലിറ്റിയാണ്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു 210 അല്ലെങ്കിൽ ഒരു 250cc വണ്ടിയൊക്കെ എക്സ്പൾസ് അല്ലെങ്കിൽ ഹീറോ ഇറക്കുന്ന സമയത്ത് അവരത് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ശരിക്കും അത് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്വപ്നമായിട്ട് നിങ്ങളൊരു പ്രൈമറി വണ്ടിയായിട്ട് ഇനിയിപ്പം ഒരു കരീഷ്മ 250 വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പം എക്സ്പൾസിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ വരുന്ന സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ചാടി കയറി വണ്ടി എടുക്കാണ്ടിരിക്കുക.
കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. അതായത് കുറച്ചൊരു ഓണേഴ്സിൻ്റെ റിവ്യൂ വരുന്നവരെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ സർവീസ് സെൻറ്റേഴ്സ് പുതിയ വണ്ടി വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് നോക്കാം. എന്നിട്ട് കുറച്ചൊന്ന് സമയം എടുത്തിട്ട് ഹീറോൻ്റെ പുതിയ വണ്ടികൾ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനിയിപ്പോൾ സർവീസ് സെൻറ്ററിനെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതായത് അടിച്ചാക്ഷേപിച്ച് എല്ലാ സർവീസ് സെൻറ്റേഴ്സിനും പറയുമല്ല. ഞാനിപ്പം വർക്ക് ചെയ്തിരുന്ന എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് 2-3 സർവീസ് സെൻറ്ററിൽ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു 3-4 സർവീസ് സെൻറ്ററിൽ, തൃശ്ശൂരുള്ള സർവീസ് സെൻറ്ററിൽ ഒക്കെ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 80% സർവീസ് സെൻറ്റേഴ്സും ഇപ്പോഴും പഴയ കണക്ക് തന്നെയാണ്. അവർ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിലല്ല ഈ വണ്ടികളൊന്നും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഒരു 20% നല്ല സർവീസ്. ഇപ്പം ഞാൻ സർവീസ് ചെയ്തതിൽ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തുള്ള പാലാൽ മോട്ടോഴ്സ് നല്ല സർവീസാണ്. അതായത് എൻ്റെ വണ്ടി ഇവിടെ മലപ്പുറത്ത് നമ്മളിപ്പോൾ ഐസ് മോട്ടോഴ്സിലാണ് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് സർവീസ് ചെയ്തിട്ട് നേരെ ഒരു ദിവസം എറണാകുളത്തുള്ള പാലാൽ മോട്ടോഴ്സിൽ സർവീസ് ചെയ്ത സമയത്ത് ശരിക്കും എനിക്ക് ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ഒരു സർവീസ് ഫീഡ്ബാക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം നല്ല സർവീസ് ഉണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ വണ്ടി എടുക്കുന്ന സിറ്റുവേഷനിലാണെങ്കിലും നല്ലൊരു സർവീസ് സെൻറ്ററിൽ, ഹീറോനെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെൻറ്ററിൽ കണ്ടുപിടിക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ജസ്റ്റ് സർവീസിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ 2 അനുഭവം, എനിക്ക് കുറേ പറയണമെന്നുണ്ട്, പക്ഷേ ജസ്റ്റ് 2 അനുഭവം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു പ്രാവശ്യം ഞാൻ എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഉള്ള തിരൂരുള്ള ഞാൻ ഐസ് മോട്ടോഴ്സാണ് അവിടെ കൊണ്ടുപോയിട്ട്, അവിടുത്തെ സർവീസിൽ അന്നുണ്ടായിരുന്ന ഹെഡാണ്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അപ്പം അയാളെ ഞാൻ മറക്കില്ല കേട്ടോ. അങ്ങനെ അയാളുടെ അടുത്ത് വണ്ടി കൊടുത്തു, സർവീസ് കഴിഞ്ഞു. ഞാൻ അന്ന് രാത്രി എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞു ബ്രേക്കൊക്കെ ഓക്കെയാണ്, പക്കയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ നേരെ എറണാകുളത്തേക്ക് അന്ന് രാത്രിയാണ് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിൽ ഒരു സൗണ്ട് കേൾക്കൽ തുടങ്ങി. അപ്പം നമ്മൾ ഓൾറെഡി ബ്രേക്ക് പാഡൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള കേസാണ്. അപ്പം നമ്മൾ ബ്രേക്ക് പാഡിൻ്റെ ഏരിയയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ നമ്മൾ എറണാകുളം എത്താൻ നേരത്തെ ഭയങ്കരമായിട്ട് സൗണ്ട് വന്നു. നമ്മളങ്ങനെ നേരെ പിറ്റേന്ന് രാവിലെ പോയിട്ട് സർവീസ് സെൻറ്ററിൽ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു ബ്രേക്ക് പാഡിൻ്റെ റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ബ്രേക്ക് ഡിസ്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളത്. എന്നിട്ട് അവർ പ്രത്യേകിച്ച് ഞാൻ തിരൂർക്ക് വിളിച്ചപ്പോൾ പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നുമില്ല. അവർ പറഞ്ഞു നോക്കാം, നിങ്ങൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഒരു ഇൻസിഡന്റ് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട് നമ്മളെ വണ്ടി എടുത്ത് പോയതായിരുന്നു. അങ്ങനെ തൃശ്ശൂർ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയ കേസല്ല നമുക്ക് അതിൽ ഏറ്റവും സങ്കടമുള്ള കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു ഡീലർഷിപ്പിൽ പോയപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ, നിങ്ങൾ സർവീസ് ചെയ്യുന്ന റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററിൽ തന്നെ കൊണ്ടുപോയിക്കോളൂ. നമ്മളെവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിലേ എടുക്കും. 2 മാസമാണ് അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഇടാൻ പറ്റിയില്ല, നമ്മൾ വണ്ടി ഇങ്ങോട്ട് എത്തിക്കേണ്ടി വന്നു, എന്നിട്ടാണ് ഇവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന കാര്യമൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾ റെഗുലറായിട്ട് സർവീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഓൾ ഇന്ത്യൻ സർവീസ് സെറ്റപ്പ് ഒന്നും ഇവർക്ക് അത്ര പ്രാക്ടിക്കൽ ആയിട്ടില്ല. ഒരു ഹീറോ പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം സർവീസ് സെന്ററിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, മറ്റുള്ള മാനുഫാക്ചേഴ്സിന്റെ മാതിരിയല്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറച്ച് മോശം സർവീസ് ആണെന്നുണ്ടെങ്കിലും അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ മോശം സർവീസും അല്ലെങ്കിൽ ഒരു മോശം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മാച്ച് ആവാത്തൊരു കോമ്പിനേഷനാണ്. നമുക്കതിന് പിന്നാലെ നടക്കേണ്ടി വരും. അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ നല്ലൊരു സർവീസ് സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിക്കും ഹീറോൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കേസാണ് ഹീറോന്റെ സർവീസ് ചീപ്പാണ്, ഹീറോന് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി മൈലേജും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ്. ശരിയാണ്, എൻ്റെ എക്സ്പൾസിന് എങ്ങനെ വന്നാലും ഒരു 40 ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ ഇതിട്ട് ഒരു ലോങ് പോയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഇതിൻ്റെ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഹെഡ് ഊരി ഗ്യാസ്കറ്റ് പുതിയത് വേണം, ഹെഡും ടാപ്പറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലേബർ ചാർജും വേണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മൈലേജ് അവിടെ ടാലി ആവുന്നുണ്ട്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു 50 കിലോമീറ്റർ വൺ സൈഡിലുള്ള ഒരു ട്രിപ്പ് പോയിട്ട് വരുവാണെന്ന് തന്നെ വണ്ടി നോയ്സി ആവുന്നുണ്ട്. ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു സൗണ്ടാണ്. അതാണ് ഈ എഞ്ചിന്റെ മെയിൻ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ. ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ സർവീസ് സെന്ററിൽ പോയിട്ട് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇഷ്യൂ വരും. അപ്പോൾ നമുക്ക് ആ മൈലേജ് അവിടെ ടാലി ആവുന്നുണ്ട് ശരിക്കും. അതായത് അടിക്കടി സർവീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താ വെച്ചാൽ, നമുക്ക് ഈ കിട്ടുന്ന അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് മൈലേജ് എന്ന് പറയുന്ന കാര്യം അവിടെ ടാലി ആയി പോകുന്നുണ്ട് ശരിക്കും. ഇപ്പം ഇനി പറയാന്നുണ്ടെങ്കിൽ 4V വന്നു, ഇതിന്റെ ശേഷമാണ് 4V വന്നത്. 4V കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് എഞ്ചിനൊക്കെ കുറച്ചും കൂടി റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ 4Vക്ക് ഇഷ്യൂസ് ഉണ്ട്.
ഫോവിക്ക് അതായത് സ്റ്റിൽ അതായത് നമുക്ക് ഇതിലുള്ള സെയിം ഇഷ്യൂ, അതായത് മിസ്സിംഗ് ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അത് ഇപ്പോഴും ഈ വണ്ടിക്ക് ഉണ്ട്, നല്ല രീതിയിലുള്ള മിസ്സിംഗ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു മിഡ് റേഞ്ചിലേക്കൊക്കെ വണ്ടി കയറി കഴിഞ്ഞാലേ ഒന്ന് മിസ്സിംഗ് ഒക്കെ ഒന്ന് അവസാനിക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി, അതായത് ഇപ്പൊ മൊത്തത്തിലുള്ള ഗിയർ ബോക്സ് ആണെങ്കിലും സ്റ്റിൽ ഫോവിക്ക് ഗിയർ ബോക്സിന് ഇഷ്യൂസ് ഉണ്ട്. നമ്മളെ തൊട്ടടുത്തൊരു ഫോവി യൂസർ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ അവർ എത്ര അപ്ഡേറ്റ് ചെയ്തിട്ടും അവരുടെ ഒരു മെക്കാനിക്കൽ വൈസ് അവരുടെ വണ്ടികൾ അത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നില്ല. ഇനി ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന വണ്ടികൾ നല്ല വണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ സ്പെക്കും കാര്യങ്ങളൊക്കെ ഹീറോ പുറത്ത് വിട്ടിട്ടുണ്ട്. അതിപ്പോ 250 250 എന്ന് പറയുന്നത് ഒരു പുതിയ എഞ്ചിനാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ 250 എഞ്ചിൻ വരുന്നൊരു വണ്ടി ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരാളെ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ചാടി കയറിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഒന്നിങ്ങടെ ഇറങ്ങിയിട്ട് ഒന്ന് റെഡി ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവരെങ്ങനെയാ അത് സർവീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് വണ്ടി എടുത്താൽ മതിയാവും. അതാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂ വന്നാലും, കാരണം വെച്ചാൽ ഹീറോ 5 വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്കതിന് പിന്നാലെ നടക്കേണ്ടി വരും, ഒരുപാടധികം നടക്കേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഹീറോന്റെ വണ്ടികൾ എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഹീറോന്റെ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്, അതായത് 5 വർഷത്തേക്ക് ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 മാസം കൂടുമ്പം നമ്മൾ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്യണം ഈ 5 വർഷത്തേക്ക്. അപ്പൊ അങ്ങനത്തെ സമയത്താണ് നമുക്ക് ഇതിന്റെ വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനിയിപ്പോ വാറണ്ടിയുടെ ഒരു കേസ് പറയാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇപ്പം തൃശ്ശൂർ പെട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവർ സർവീസ് സെന്ററിൽ പോയ സമയത്ത് അവർ പറഞ്ഞു മിനിമം ഒരു വാറണ്ടി ക്ലെയിം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 month എടുക്കും. ഇല്ല പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പെട്ടെന്ന് ആക്കി തരാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ കൊടുക്കുന്ന വാറണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് തിരുവന്ന് ഇതേമാതിരി അവരുടെ ഹെഡ് അടിച്ചു പോയി, ഹെഡ് മൊത്തം അടിച്ചു പോയി കോളോ ആയി കിടക്കുന്ന സമയത്ത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവർ പറഞ്ഞ എന്താ വെച്ചാല് അതായത് കഴിഞ്ഞ സർവീസ് ഒരു 1 week ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇവരെ ഹെഡ് ഓഫീസിലേക്കൊക്കെ ഞാൻ വിളിച്ചു, ക്ലെയിം ചെയ്ത് തന്നു കേട്ടോ. ക്ലെയിം ചെയ്ത് തന്നതിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാല് അതില് ഇതിന്റെ ഹെഡിന്റെ എവിടെ ഒന്ന് ബോറിങ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പം ബോറിങ് ഇവർ റീപ്ലേസിന് വരാൻ ബോറിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോറിംഗ് ചെയ്തിട്ട് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും അതിനൊരു ബോറിങ്ങിന് 1000 രൂപ അഡീഷണൽ തരുന്നു. അപ്പം ഇതൊക്കെയാണ് വാറണ്ടിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാല്. ഇപ്പം ഇത് ഇവർ പറയുന്ന ഒരു കേസാണല്ലോ വാറണ്ടി ഉണ്ട് വണ്ടിക്ക് എന്നുള്ളത്. വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാല്. ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഉണ്ടായി എന്ന് ഞാൻ പറയുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടി കറക്റ്റ് 3 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4-4.5 വർഷമായിട്ട് 4.5 വർഷമായിട്ട് 3 മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. അപ്പം കറക്റ്റ് പ്രോപ്പറായിട്ട് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന വണ്ടിക്കാണ് ഇത്രയധികം പണികൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ എക്സ്പൾസിന്റെ കേസ് മാത്രമല്ല കേട്ടോ. അതായത് ഹീറോന്റെ ഇപ്പോൾ സർവീസ് നമ്മളവിടെ ഇപ്പോൾ ഫോവി ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഫോവി സർവീസ് ചെയ്യുന്ന സമയത്തും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ 250cc ഒരു വണ്ടി വന്നാലും ഇവരൊക്കെ തന്നെയല്ലേ സർവീസ് ചെയ്യുന്നത്, ഇവരുടെ കയ്യിലേക്കല്ലേ നമ്മൾ വണ്ടി കൊടുക്കുന്നത്. എന്റെ വണ്ടിയുടെ പല സ്റ്റിക്കറും അവിടെ കൊടുത്തതിന് ശേഷം പോയിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് മാത്രമല്ല പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ സർവീസിന് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി മോശമാക്കിയിട്ട് അവർ തന്നിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ രീതിയിലാണെങ്കിലും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാല് നിങ്ങൾ തീർച്ചയായിട്ടും ഹീറോ വണ്ടി എടുക്കുന്നതിന്റെ മുമ്പ് 2 വട്ടം ആലോചിക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ജനറേഷൻ വണ്ടികൾ എടുക്കുന്ന സമയത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചാൽ നല്ലൊരു സർവീസ് സെന്റർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണ് ഹീറോനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ വണ്ടി എടുക്കുവാണെങ്കിൽ തന്നെ കുറച്ചൊന്ന് അന്വേഷിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ എടുക്കാം, പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു കമ്പനീനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനോ ഒരു പ്രൊഡക്റ്റിനോ കംപ്ലീറ്റ്ലി ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത്. തികച്ചും ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണിത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്, ഹീറോന്റെ 160R എക്സ്പൾസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എക്സ്പൾസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് ഈ വീഡിയോ കാണുന്ന എക്സ്പൾസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പറയാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും. അവരുടെ സർവീസ് സെന്റർ, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി പോട്ടെ കുഴപ്പമില്ല, അവരുടെ സർവീസ് സെന്ററിനെ പറ്റിയിട്ട് എന്തായാലും പറയാനുണ്ടായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ചെയ്യുവാണ്. നമ്മൾ തീർച്ചയായിട്ടും വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾ ഞാൻ പറഞ്ഞൊരു കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. അതായത് ശരിക്കും നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ്, പക്ഷെ ഇതിന്റെ പിന്നാലെ നടക്കുക, അല്ലെങ്കിൽ ഹീറോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന്റെ പുറത്താണ്. അത് 1-2 സർവീസ് സെന്റേഴ്സ് എന്നല്ല, ഒരുപാടധികം സർവീസ് സെന്റേഴ്സ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതർവൈസ് വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അവരുടെ പ്രൊഡക്റ്റ് കൊള്ളാം, അതായത് മെക്കാനിക്കൽ വൈസ് അല്ലാതെ അവരുടെ പ്രൊഡക്റ്റ് കൊള്ളാം. പക്ഷെ ഒരു മെക്കാനിക്കൽ വൈസ് എഞ്ചിനിലേറ്റോ ഗിയർ ബോക്സിലേറ്റോ ഒക്കെ നോക്കുന്ന സമയത്ത് അവരുടെ ബിൽഡ് അത്രത്തോളം ഒരു ബിൽഡ് ക്വാളിറ്റി, ഇപ്പൊ ഒരു
കമ്പയർ ചെയ്യല്ലോ ജാപ്പനീസ് വെച്ചിട്ട്. ഇപ്പൊ ജാപ്പനീസ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഏകദേശം ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെയിം സിറ്റുവേഷനിലുള്ള ഒരു ജാപ്പനീസ് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനും ഇപ്പം ഹീറോന്റെ എഞ്ചിനും എടുക്കുന്ന സമയത്ത് ഒരുപാടധികം വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇപ്പൊ തന്നെ നോയ്സ് കേട്ടാൽ സീരിയസ്ലി നമ്മളുടെ സകല കോൺഫിഡൻസും കളയുന്ന രീതിയിലുള്ള ഒരു സൗണ്ടാണ് ഇതിന് ഇപ്പൊ ഉള്ളത്. എത്ര ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അത്ര ആ ഒരു സൗണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഇതിന്റെ കേസ് നമുക്ക് വിടാം, കാരണം ഫോബി വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. പക്ഷെ റിഫൈൻഡ് ആയെന്നുള്ളൂ, ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും സെയിം ആണ്. അതിന് ഒരുപാടധികം ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.